ആത്മാവുമായി ബന്ധപ്പെട്ട് കണക്റ്റായി നിൽക്കുന്നവർ ദൈവശബ്ദം കേൾക്കും. ആമേൻ. അവർ ദൈവത്തിന്റെ മർമ്മങ്ങളെ കാണും. ഹല്ലേലൂയ. ഓ യെസ്, ഇന്ന് പകൽ ഒരു അസാധാരണമായ ഷിഫ്റ്റ് സഭയ്ക്കകത്ത് നടക്കും. നീ അവസാനിച്ചു തീരുകയാ എന്ന് ആരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ, ഇന്ന് അവരുടെ എല്ലാം മേലെ അത്യന്തമായ ദൈവ കൃപ, ദൈവത്തിന്റെ വ്യാപാര ശക്തി, ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ ഷക്കീല, ദൈവത്തിന്റെ ഡോക്സ, ദൈവത്തിന്റെ കാബോദ് ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാ. ആമേൻ. കരങ്ങളടിച്ച് ദൂത് സ്വീകരിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓൺലൈനിൽ കാണുന്നവരോട് ഒരു ദൂത് കൈമാറുന്നു. ആരെങ്കിലും ക്ഷീണിച്ചു മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൂത് ആത്മാവിൽ ഏറ്റെടുത്തോ. ഇന്ന് നിന്റെ ഉയർപ്പാണ്. യെസ്, പരിശുദ്ധാത്മാവുമായി കണക്ട് ആയിരിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കരയുന്നവർ, അല്ലെങ്കിൽ ക്ഷീണിച്ചു തളർന്നു, ആമേൻ, ആ അവസ്ഥയിൽ കർത്താവെ ഒന്ന് സഹായിക്കണമേ, യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഇന്ന് പകൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിൽ അത് അനുഭവിച്ച് ആരാധിച്ചവരുണ്ട്. ആമേൻ. എന്നാൽ മടുത്തിട്ട് ആരാധിക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ ആരാധിക്കാൻ പറ്റാത്തവരുടെ ഉള്ളിൽ കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്റെ കൂടി വിടുതല. ഇന്ന് വെളിപ്പെട്ട ദൈവമഹത്വത്തിന്റെ അകത്ത് നിന്റെ മേലും പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ മേൽ യഹോവയുടെ കൈ വന്നു, അവനെ പൊക്കിയെടുത്തു, ആത്മാവിൽ അസ്ഥി താഴ്വരയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. യെഹെസ്കേൽ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ കൈ വന്നു, അവനെ പൊക്കിയെടുത്ത് അവനെ ആത്മാവിൽ അസ്ഥി താഴ്വരയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. ഒരു ദൂത് വിളിച്ചു പറയട്ടെ, മനസ്സിലാകുന്നവർ സ്വീകരിച്ചു. ഇന്ന് അസ്ഥി വേറെ ആരുടെയും അസ്ഥിയല്ല, ഉണങ്ങിയിരിക്കുന്ന നീ തന്നെ അസ്ഥി. ആമേൻ. നിന്റെ മേൽ തന്നെ കൈ വന്നിട്ട് നീയാകുന്ന ഉണങ്ങിയിരിക്കുന്ന നിന്നെ തന്നെ നിനക്ക് കാണിച്ചു തന്നിട്ട് ദൈവം ഇന്ന് പറയുക, പ്രവചിക്ക. യെസ്, ഭയങ്കര ദൈവ സാന്നിധ്യം, സാധാരണമായ ദൈവമഹത്വം ഇന്ന് ചിലതിന്റെ ആരംഭമാണ്. യെസ്, ദൈവത്തിൽ നിന്റെ ചിലതിന്റെ ആരംഭമാണ്. ദൈവത്തിന്റെ ചിലതിന്റെ ആരംഭമാണ്. ദൈവം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പിശാച് തീർത്തു എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് ദൈവത്തിന്റെ ആരംഭമാണ്. സഭയെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവസാനിച്ചു, ഇനി അധികം മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ ഇന്ന് ദൈവത്തിന്റെ ആരംഭമാണ്. ഇന്ന് ശത്രുവിന്റെ അവസാനവും ദൈവത്തിന്റെ ആരംഭവുമാണ്. Come on. Shatalabahasiya Taris. Raisvia Tyra. Rimenia Shakelia. Palachagala Raithisia. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവോട് പറയുന്നത് ഇങ്ങനെയാണ്, ആത്മാവിൽ ബലപ്പെട്ടവർ ദൈവമഹത്വത്തിലേക്ക് കയറാൻ പോകുക. പക്ഷെ രണ്ടാമത്തെ കാര്യം, ഉണങ്ങിയിരിക്കുന്നവരോട് അവരവരുടെ മേൽ തന്നെ ദൈവശക്തി വന്നിട്ട് പൊക്കിയെടുത്ത് വേറെ അസ്ഥി താഴ്വരയിലല്ല കൊണ്ടുപോകുന്നത്. നീയാകുന്ന ഉണങ്ങിയിരിക്കുന്ന നിന്നെ തന്നെ നിനക്ക് കാണിച്ചു തരികയാ. എന്നിട്ട് ദൈവം പറയുക, പ്രവചിക്കുക, പ്രവചിക്കുക, പ്രവചിക്കുക.
ശുഭനാമത്തിൽ ചിലരോട് കൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ചിലരോട് കൽപ്പിക്കുക. Glory to Jesus. Man. Yes. ഞാൻ പലപ്പോഴും മടുത്തു പോകുമ്പോൾ, വല്ലാതെ ക്ഷീണിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയുന്നൊരു വാക്കാ, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ക്ഷീണിച്ചു പോവുകയാ, ഞാൻ മടുത്തു പോവുകയാ, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ മിക്കവാറും ഉള്ളൊരു വാക്കാണത്. ഇന്നും ആരാധന മധ്യേ ഞാൻ ആ വാക്ക് വിളിച്ചു പറഞ്ഞു, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണം. ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വേറെ അസ്ഥിയല്ല കാണിക്കാൻ പോകുന്നേ, നിന്നെ തന്നെ നിന്നെ കാണിച്ചു തരികയാണ്. ഇന്ന് വെളിപ്പെട്ട ദൈവസാന്നിധ്യത്തിൽ ചിലരത് കണ്ടിട്ടുണ്ട്. നിനക്ക് പോലും പിടികെട്ടാത്ത നിന്റെ സാഹചര്യത്തെ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും എന്താണ് ഇതിന്റെ കാരണം എന്ന് നിനക്ക് പോലും അറിയാതെ നീ കടന്നുപോയ സാഹചര്യത്തെ ഇന്ന് ദൈവം നിന്റെ ആത്മാവ് നിനക്ക് തന്നെ കാണിച്ചു തരികയാ. എന്നിട്ട് പറയുക, കൽപ്പിക്കുക. Come on church, command, കൽപ്പിക്കുക. ഞങ്ങൾ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിനകത്ത് കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഒടുവിൽ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെന്റ് ഇങ്ങനെ വരും, വി ആർ ഗോയിങ് ടു ഡെപ്പാർച്ചർ, നമ്മൾ പുറപ്പെടാൻ പോകുക. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയും, സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറയും, എന്നിട്ട് പോകുന്ന ഡെസ്റ്റിനേഷൻ പറയും, കിലോമീറ്റർ പറയും, എത്ര മണിക്കൂറിൻ്റെ യാത്ര എത്തുമെന്നൊക്കെ പറയും. ഒടുവിൽ പറയും, വി ആർ ഗോയിങ് ടു ടേക്ക് ഓഫ്, നമ്മൾ പൊങ്ങാൻ പോകുകയാണ്. ഈ ദൂത് കർത്താവ് എന്തിനാ പറയുന്നത് അറിയോ? കുറെ നാളായി നീ ചോദിക്കുന്നു, നമ്മൾ ചോദിക്കും, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് ഇത്രയും പ്രതികൂലങ്ങൾ, എന്തുകൊണ്ട് ഇത്രയും വേദന, എന്തുകൊണ്ട് ഇത്രയും ഒറ്റപ്പെടൽ, എന്തുകൊണ്ടൊരു മാറ്റമില്ല? ചോദിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും അതിന് മറുപടിയില്ല. പല ദൂതുകളും ദൈവം തരും, പക്ഷെ ചോദിക്കുന്നതിന്റെ മറുപടി കൃത്യമായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഇന്ന് കർത്താവ് ചിലർ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ കുറെ നാളുകളായി കടന്നുപോയ വഴികൾ, അതിൻ്റെ കാരണങ്ങൾ കർത്താവ് എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്. പൈലറ്റ് ഫ്ലൈറ്റിലിരിക്കുന്ന പാസഞ്ചേഴ്സിനോട് വിളിച്ചു പറയുന്നത് പോലെ ചിലത് പുറപ്പെടാൻ, അതായത് കേക്ക് മുഴുവൻ കേക്ക, നീ ആയിരിക്കുന്ന ഉണങ്ങിയ അവസ്ഥയുടെ മുമ്പിൽ നിന്നെ തന്നെ നിർത്തി, ആത്മാവിൽ നിർത്തിയിട്ട് നിന്നെ തന്നെ, നിന്റെ കഴിഞ്ഞ നാളുകളെ ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ട് കൽപ്പിക്കാൻ പറയുക. പ്രവാചകനോട് പറഞ്ഞത് അസ്ഥി താഴ്വരെ നോക്കി, അസ്ഥികളെ നോക്കി പ്രവചിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, കടന്നു വന്ന സാഹചര്യം നോക്കി കൽപ്പിക്കുക. കൽപ്പിക്കുമ്പോൾ ചിലതിന് മനസ്സിലായി, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. ആമേൻ. പ്രീതിയില്ല, നിന്നെ കഷ്ടപ്പെടുത്തുവാനും പീഡിപ്പിക്കുവാനും നിന്നെ ഒറ്റപ്പെടുത്തുവാനും നിന്നെ കരയിപ്പിക്കുവാനും ചിലതിൻ്റെ ഡേറ്റിന്റെ അവസാനമായി. ഇന്ന് നിന്റെ വായിൽ നിന്നും ഒറ്റ കൽപ്പന മതി, ചിലത് പുറപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് അങ്ങനെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി സഭയുടെ മേൽ വെളിപ്പെടുകയാ. Amen. Praise God. ഒരു വാക്യം വായിക്കാം. ഞാൻ ആരാധന മധ്യേ കേട്ട ഒരു ശബ്ദം, അതിൽ നിന്നാണ് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തന്ന ഒന്നിനുടെ പ്രവചന ശബ്ദങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം
8:1. ജനസിസ് ചാപ്റ്റർ 8 വേഴ്സ് 1. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. മതി 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 മതി, അത്രയും മതി. ഒന്നാമത്തെ വാക്യം ഇനിയുമുണ്ട്, പക്ഷെ അതിൻ്റെ ഇത് മതി. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും മൃഗങ്ങളെയും, ഒന്നുകൂടി പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ശബ്ദമുയർത്തി പറഞ്ഞേ. പരിശുദ്ധാത്മാവ് ആരാധന മധ്യ വെളിപ്പെട്ട ദൈവമഹത്തിൽ ഞാൻ കേട്ട ദൈവശബ്ദം അതാണ്. ദൈവം ചിലതിനെ ഓർക്കാൻ പോകുക, സ്വർഗം ചിലതിനെ ഓർക്കാൻ പോകുക, സഭയെ ദൈവം ഓർക്കാൻ പോകുക, സഭയെ ദൈവം ഓർക്കുകയാ. 2025 മെയ് മാസം 18 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പരിശുദ്ധാത്മാവ് കാബോത്ത് ചർച്ചിനോട് ദൂത് അറിയിക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുകയാ. Amen. What a beautiful word. സത്യത്തിൽ എന്ത് ശുശ്രൂഷിക്കണമെന്ന ഒരു വലിയ സങ്കടത്തിലായിരുന്നു. ഒത്തിരി മെസ്സേജുകളും പലതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇരുന്ന് നോക്കിയെങ്കിലും ആകെ വല്ലാത്തൊരു കൺഫ്യൂഷനായിരുന്നു. കർത്താവേ, എന്താണ് ദൈവമേ അങ്ങ് ചെയ്യാൻ പോകുന്നത്? കർത്താവ് നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര നല്ലവനാണ് നമ്മുടെ ദൈവം. കൂടുതലൊന്നും പറയണ്ട, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നു, ഞാൻ നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ഒന്നുകൂടെ വായിച്ചത്. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. മതി. ഈ വചനം വായിക്കുമ്പോൾ ഓർത്തു എന്നാണ് നമ്മുടെ ദൂത്. ദൈവം ഓർത്തു. പക്ഷെ ഓർത്തപ്പോൾ എന്തിനൊക്കെ ഓർത്തു? ഹല്ലേലൂയ. അത് സന്തോഷത്തോടെ അല്ലാതെ പറയാൻ പറ്റത്തില്ല, അല്ലേ മനസ്സാ? നോഹയാണ് ഇവിടെ മനുഷ്യൻ, നോഹയാണ് ദൂത് കേട്ടവൻ, നോഹയാണ് അഭിഷിക്തൻ. ദൈവത്തിൻ്റെ രൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് നോഹയും അവൻ്റെ കൂടെയുള്ള 7 പേരും അല്ലെങ്കിൽ 8 പേര്. ഇവർക്ക് വേണ്ടിയാണ്, ഈ മനുഷ്യന് വേണ്ടിയാണ് ദൈവം ഇറങ്ങുന്നതും സംസാരിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നത്. ആമേൻ. പക്ഷേ ഓർത്തപ്പോൾ മനുഷ്യനെ മാത്രമല്ല ഓർത്തെ. ആമേൻ. നോഹയെ മാത്രമല്ല ഓർത്തെ. ആമേൻ. ആത്മാവില്ലാത്ത, നിത്യതയില്ലാത്ത, ന്യായവിധിയില്ലാത്ത, നന്മ തിന്മ തിരിച്ചറിയാൻ വയ്യാത്ത ഈ ഇഴജന്തുക്കളെയും നാൽക്കാലികളെയും പക്ഷികളെ വരെ തമ്പുരാൻ ഓർത്തു. ആമേൻ. അച്ഛാ, അത് ഭയങ്കര ദൂതല്ലേ അച്ഛേ? അല്ലേ? കേൾക്കുന്നുണ്ടോ? എത്ര പേർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് ദൈവാത്മാവിൻ്റെ ഉള്ളിൽ ഇവിടെ അത്രയ്ക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ ആ മഹത്വം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു മനുഷ്യനോട് പറഞ്ഞ വാക്ക് നിമിത്തം അവനെ മാത്രമല്ല അവൻ്റെ കൂടെയുള്ള വിലയില്ലാത്ത ഉറുമ്പിനെ വരെ ദൈവം ഓർത്തെന്ന്. ഓ ജീസസ്. അങ്ങനെയാണെങ്കിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുത്രൻ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നിന്നെയും എന്നെയും ഈ ദൈവം എത്ര അധികമായി ഓർക്കും, എത്ര അധികമായി ഓർക്കും. ഓർക്കത്തില്ലയോ? എത്ര ഭാരമുണ്ടെങ്കിലും ഇന്ന് വിളിച്ചു പറയണം, അവരവരോട് വിളിച്ചു പറയണം, എന്റെ ദൈവം എന്നെ ഓർക്കുന്ന, എന്റെ ദൈവം എന്നെ മറന്നു കളയാത്ത ഒരു ദൈവം എനിക്കുണ്ട്. ദൈവത്തിന്റെ വാക്ക് കേട്ടാ നോഹ പ്രസംഗിച്ചത്. ദൈവത്തിന്റെ വാക്ക് കേട്ടാണ്
ഖദിരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കിയത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണ് എല്ലാ ജീവജാലങ്ങളിലും ഈരണ്ടായി പെട്ടകത്തിനകത്ത് കയറ്റിയത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ് നോഹ എല്ലാം ചെയ്തത്. ആമേൻ. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. വെള്ളം കൊണ്ട് നിറഞ്ഞു. വെള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ അതതിൻ്റെ പാട്ടിന് പോട്ടെ എന്നല്ല ദൈവം പറഞ്ഞേ. ആമേൻ. പ്രൈസ് ഗോഡ്. വെള്ളം പൊങ്ങും, കാറ്റുമടിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് എന്നും കുന്നും മഴയിലും കാറ്റിലും വെള്ളത്തിലും ദൈവം നിന്നെ വിട്ടുകളയത്തില്ല. ആമേൻ. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാനിത് ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിൽ എന്നും കുന്നും, ഓ എന്നും ഈ പെട്ടകം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നോഹയ്ക്ക് അറിയത്തില്ല ഇതിൻ്റെ അവസാനം എന്താകുമെന്ന്. ഇതിൻ്റെ ക്ലൈമാക്സ് നോഹയ്ക്ക് അറിയത്തില്ല. ആമേൻ. സ്തോത്രം. ക്ലൈമാക്സ് മുഴുവനും സസ്പെൻസ് ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. മോശയെ വിളിക്കുമ്പോൾ ക്ലൈമാക്സ് പറഞ്ഞില്ല. ആമേൻ. ക്ലൈമാക്സ് സസ്പെൻസ് ആയിരുന്നു. ചെങ്കടലിനെ കുറിച്ച് പറഞ്ഞില്ല. മരുഭൂമിയിലെ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. യോർദാനിനെ കുറിച്ച് പറഞ്ഞില്ല. വാഗ്ദത്തത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ആമേൻ. വാഗ്ദത്തമാണ് ഇതിന്റെ ക്ലൈമാക്സ്. പക്ഷെ വാഗ്ദത്തം എന്ന ക്ലൈമാക്സിന് മുമ്പ് ഒരുപാട് സസ്പെൻസ് ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇത് തന്നെ നമ്മുടെ ലൈഫ്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർത്തോട്ടെ, നിങ്ങളോട് പറയട്ടെ, ഒരു സസ്പെൻസ് ഉണ്ടെങ്കിൽ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആമേൻ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? നിന്റെ ലൈഫിൽ ഒരു സസ്പെൻസ് ഉണ്ടെങ്കിൽ ഒരു ക്ലൈമാക്സ് ഉണ്ട്. എന്താ സസ്പെൻസ് എന്നറിയോ? കടന്നു പോകുന്ന സാഹചര്യം ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ചോദിച്ചിട്ട് മറുപടിയില്ല. നോഹയും വിചാരിച്ചു കാണും, കർത്താവേ നീ പറഞ്ഞിട്ടാ ഞാൻ പെട്ടകം ഉണ്ടാക്കി, നീ പറഞ്ഞിട്ടാ ഞാനും എൻ്റെ കുടുംബവും കയറിയത്. പക്ഷെ പെട്ടകം ഒരു വല്ലാത്ത പോക്കാണല്ലോ പോകുന്നേ. ആമേൻ. ഒന്ന് ചിരിച്ചോട് ദൂത് ഏറ്റെടുത്തോണം കേട്ടോ. ഇന്ന് കർത്താവേ നീ പറഞ്ഞിട്ടാ ഇതെല്ലാം ചെയ്ത, പക്ഷെ പെട്ടകത്തിന്റെ പോക്ക് കണ്ടിട്ട് രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയും ഇല്ല. പെട്ടകം വല്ലാത്ത പോക്കിലാ പോകുന്നത്. ഇങ്ങനെ പൊങ്ങി താന്ന് പൊങ്ങി താന്ന് ചിലതിൻ്റെയൊക്കെ മേളിൽ ഇടിച്ചില്ല എന്ന് പറഞ്ഞ പെട്ടകം പോകുന്നേ. ആമേൻ. ഇതാ സസ്പെൻസ്. ഈ പോക്ക് കണ്ടാൽ ഉറപ്പായിട്ടും തോന്നും കേട്ട വാഗ്ദത്തങ്ങളെല്ലാം വെറുതെയാണ്. തോന്നിയിട്ടില്ലേ? കേട്ടതൊന്നും നടക്കാൻ സാധ്യതയില്ല. കേട്ടതൊന്നും നടക്കാനും പോകുന്നില്ല. ഒന്നുമാകുന്നതിന് മുമ്പേ, എന്തെങ്കിലുമൊക്കെ ആകുന്നതിന് മുമ്പേ എല്ലാം അവസാനിക്കുമെന്നാ തോന്നുന്നേ. ഇല്ല നോഹേ, നിന്നോട് വാക്കു പറഞ്ഞത് മനുഷ്യനല്ല ഞാനാണ്. മനുഷ്യനല്ല ഞാനാണ്. നിന്റെ ദൈവമാണ് നിന്നോട് വാക്ക് പറഞ്ഞത്. ഇതെല്ലാം സസ്പെൻസ് കണ്ടപ്പോൾ തോന്നിക്കാണും ഒത്തിരി ദൂരം പോകത്തില്ല, ദൈവം പറ്റിച്ചതാ. ഇല്ല, അവൻ നിന്നെ ഓർക്കും. കാറ്റും കോളും നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ ചിന്തിക്കുന്നത് ഇതെന്നെ തീർത്തു കളയും. ഇല്ല, ഇതെന്തോരം പോകുമെന്ന് തമ്പുരാൻ അറിയാം. ആമേൻ. അവൻ ഓർക്കേണ്ട സമയത്തോർക്കും. എന്ന് ഓർക്കുന്നുവോ അന്ന് നിന്റെ ക്ലൈമാക്സ്. ആമേൻ. യെസ്. എപ്പോഴാണോ ദൈവം ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് ഭയങ്കര ഭാരത്തിലിരിക്കുക. പക്ഷെ നയനോട് ദൈവാത്മാവ് ദൂത് പറയാൻ പറയുന്നു.
നിന്നെ ദൈവം ഓർക്കാൻ പോകുകയാട്ടോ. ദൈവം നിന്നെ ഓർക്കാൻ പോകുകയാ. ഓർക്കാൻ പോകുകയല്ല, ദൈവം നിന്നെ ഓർക്കുകയാ. ദൈവം നിന്റെ സസ്പെൻസിനെ അവസാനിപ്പിക്കാൻ പോകുകയാ. ഒരു ക്ലൈമാക്സിലേക്ക് തമ്പുരാൻ നിന്നെ വേഗത്തിൽ വേഗത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിന്റെ ലൈഫിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാകാൻ പോകുക. ഒരു പര്യവസാനം ഉണ്ടാകാൻ പോകുക. സസ്പെൻസിന് ഒരവസാനം ഉണ്ടാകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. യെസ്, അതേ ദൂത് പലരോടും ദൈവാത്മാ വിളിച്ചു പറയുന്നു. ഈ പോക്ക് കണ്ടിട്ട് പൗലോസ് പറഞ്ഞ പോലെ, ആമേൻ, കഴിഞ്ഞ ആഴ്ച ഇവിടെ എടുത്തപ്പോൾ ദൈവാത്മാവ് സംസാരിച്ചില്ലേ? ആമേൻ, ഇങ്ങനെ പോയാൽ ആമേൻ കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ട നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കാണുന്നു. അതേ പൗലോസ് കുറച്ചു കഴിഞ്ഞപ്പോൾ തിരുത്തി പറഞ്ഞു, കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും ഒരു രോമത്തിന് പോലും ഒരു ദോഷം വരത്തില്ല. ആരോടൊക്കെ ദൈവാത്മാവ് അതിശക്തമായി പ്രവചിച്ചു പറയുക, നിന്റെ സസ്പെൻസ് അജീഷ്, നിന്റെ സസ്പെൻസ് തീരുകയാണ്. ക്ലൈമാക്സിലേക്ക് ദൈവം നിന്നെ എത്തിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഒത്തിരി തവണ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ. സത്യത്തിൽ ആ വചനം കർത്താവേ സത്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആമേൻ. കർത്താവ് എന്നോട് പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? ഈ ഹൃദയം നുറുങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ സ്വർഗം കാണുന്ന ഒരു നുറുക്കമുണ്ട്. എന്താണെന്നറിയോ? കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു നുറുക്കമുണ്ട്. യേശു ആമേൻ അടുത്തു വരുന്ന ഒരു നുറുക്കമുണ്ട്. അത് ഏതാണെന്നറിയോ? പത്രോസ് പറഞ്ഞ ഒരു നുറുക്കം. ആമേൻ. പത്രോസിന്റെ വാക്കിൽ നിന്നും പത്രോസ് വേദനയോടെ പറഞ്ഞു, ഹൃദയം തകർന്നു പറഞ്ഞു. അതെന്താണ്? അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. യേശു ചോദിച്ചു, പത്രോസേ, നീ എന്നെ ഇവരെല്ലാവരെക്കാളും അധികമായി സ്നേഹിക്കുന്നു. ആദ്യം പത്രോസ് സാധാരണ നിലയിൽ തൻ്റെ ഉള്ളിലെ സ്നേഹം പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ സ്നേഹിക്കുന്നു. യേശു രണ്ടാമതും ചോദിച്ചു, പത്രോസേ, നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? അതേ, ഒരു മനുഷ്യൻ്റെ കപ്പാസിറ്റിയിൽ താൻ എന്താണോ അത് തൻ്റെ വായിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അളവിൽ പത്രോസ് മറുപടി കൊടുത്തു, ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങേ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. മൂന്നാമത് യേശു ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് പത്രോസ് എന്ന പച്ച മനുഷ്യന് തൻ്റെ ഹൃദയത്തിലുള്ളത് വാക്കുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ വന്നു. ആമേൻ. അവൻ വേദനയോടെ, ഹൃദയ നുറുക്കത്തോടെ, സങ്കടത്തോടെ ഒറ്റ വാക്കിൽ ആ സ്നേഹവും അവൻ്റെ വേദനയും അവൻ ഒതുക്കി. കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഈ നുറുക്കമാ യേശുവിന് ഇഷ്ടം. ആമേൻ. ഇങ്ങനെ ആര് നുറുങ്ങിയിട്ടുണ്ടോ അവിടെ ദൈവം സമീപസ്ഥനാണ്. ആമേൻ. എന്തിനാ ഈ ദൂത് പറഞ്ഞെന്നറിയാവോ? ഇന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ, കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. കർത്താവേ, എനിക്ക് അങ്ങേ ആരാധിക്കാൻ കൊതിയാ, പക്ഷെ പറ്റുന്നില്ല. കർത്താവേ, എനിക്ക് അങ്ങേ സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. യേശുവേ, അങ്ങയോട് കൂടെ നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പല വിധത്തിൽ ഭാരപ്പെട്ടിരിക്കുക. എന്നെ ഒന്ന് സഹായിക്കണം. ഈ ഹൃദയവേദന, ഈ വേദന, ഇങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള വേദന, ഈ വേദനയോടെ ആരെങ്കിലും ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരോട് ദൂത് പറയുവാണ്, നിന്റെ സസ്പെൻസ് ഇന്ന് അവസാനിക്കുക. സ്വർഗം നിന്നെ ക്ലൈമാക്സിലേക്ക്, യെസ്,
ക്ലൈമാക്സിലേക്ക് ദൈവം ചിലതിനെ കൊണ്ടുപോകുക. ഉത്തരമില്ലാത്ത ഈ വല്ലാത്ത പോക്കുണ്ടല്ലോ, ഇന്നത്തോണ്ട് അവസാനിക്കുകയാണ്. ആമേൻ. ഇന്നത്തോണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഇടപെടുന്നു. പല ഡേറ്റുകൾ എന്നെ കാണിക്കുന്നു. പക്ഷെ ഞാനത് പറയുന്നില്ല, വ്യക്തിപരമായിട്ട് ഞാനത് പറയാം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവം ചിലരെ ഓർക്കുന്നു. എന്താ ഓർക്കുന്ന കാര്യം എന്ന് അറിയുമോ? എന്തിനാ ദൈവം ഓർക്കുന്നേ? കാറ്റും കോളും തിരമാലയും അടിച്ച് പൊങ്ങുമ്പോൾ, ഇതിൻ്റെ അകത്ത് പടകിങ്ങനെ പോകുമ്പോൾ എന്തിനാ ദൈവം ഓർക്കുന്നത്? ഇങ്ങനെ കാറ്റും കോളിൽ പോകുന്ന ഒരുപാട് പേരില്ലേ? ഉണ്ടോ? ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് നിന്നെ ഓർക്കുന്നേ? ഉത്തരവുണ്ടോ? എന്തുകൊണ്ടാ? ഈ തിബരിയാസ് അല്ലെങ്കിൽ ഗലീല കടലിൽ വള്ളവുമായി പോയ, മീൻ പിടിക്കാൻ പോയ ഒരുപാട് പേര് കാറ്റിലും കോളിലും പെട്ടുപോയിട്ടുണ്ട്. പോയിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാ തൻ്റെ ശിഷ്യന്മാര് രാത്രി 4 യാമത്തിൽ പെട്ടുപോയപ്പോൾ താൻ ഇറങ്ങി വന്നത്? എന്തുകൊണ്ടാ നോഹയുടെ പെട്ടകം വെള്ളത്തിൽ പൊങ്ങി ഒരു ലക്കുമില്ലാതെ പോകുന്ന കണ്ടപ്പോൾ ദൈവം നോഹയെയും കുടുംബത്തെയും ഓർത്തത്? എന്താ കാര്യം എന്നറിയാവോ? ദൈവം പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. ആമേൻ. ആമേൻ. ഇന്ന് കർത്താവ് പറഞ്ഞിട്ട്, അല്ലെ കർത്താവിനുള്ള സ്നേഹം നിമിത്തം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കരയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കർത്താവിന് വേണ്ടി നിന്നിട്ട് വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആമേൻ. കർത്താവ് ഒരു വാക്കെന്ന് പറയാനുണ്ട്, ഞാൻ പറഞ്ഞിട്ടാ നീ ചെയ്തേ. നിന്നോട് ഉത്തരവാദിത്തം മനുഷ്യനല്ല, എനിക്കാണ്. ആമേൻ. എന്റെ വാക്ക് കേട്ടാ നീ ചെയ്തതാ. അതുകൊണ്ട് നീ മനുഷ്യനെ നോക്കണ്ട. എന്റെ നാമത്തിന് വേണ്ടി, എന്റെ നാമത്തിൽ ചെയ്തത് കൊണ്ടാ നിന്നോട് കടപ്പാട്, നിന്നോട് ഉത്തരവാദിത്യം എനിക്കാണുള്ളത്. ഞാൻ നിന്നെ ഓർക്കും. ആമേൻ. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ തോണി കാറ്റിലും കോളിലും പെട്ടുപോയപ്പോൾ എന്തിനാ യേശു കർത്താവ് വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നത്? കാരണം വചനം ഇങ്ങനെ പറയുന്നു, താൻ അവരെ നിർബന്ധിച്ച് അക്കരെ പോകുവാൻ അയച്ചു. ആമേൻ. എന്താണ്? യെസ്, യെസ്. ചിലത് ചെയ്യുവാൻ അവൻ നമ്മെ നിർബന്ധിക്കും. ആമേൻ. ചില പാട്ടില്ലേ ഭയങ്കര പ്രേരണയാ. ദൈവം ഇടപെട്ടു, ദൈവം സംസാരിച്ചു, ദൈവം ഭയങ്കര നിർബന്ധം തന്നു ചെയ്യാൻ. ഇതുപോലെ 100 കൂട്ടം കാര്യം ചെയ്തിട്ട് മാറിയിരുന്ന് ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. ആമേൻ. പറഞ്ഞതാരാ? ദൈവം. ചെയ്തു കഴിഞ്ഞപ്പോൾ റിസൾട്ട് എന്താ കിട്ടിയത്? ഒറ്റപ്പെടലും കണ്ണുനീരും അപവാദവും. ആമേൻ. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും, കർത്താവേ നീ പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തത്? അപ്പോൾ ഒരുപക്ഷെ തമ്പുരാൻ മിണ്ടിയെന്ന് വരത്തില്ല. ആമേൻ. പക്ഷേ സമയമാകുമ്പോൾ അവൻ നിന്നെ ഓർക്കും. ഇന്ന് കുറിച്ചിട്ടോ, ഇന്നിരിക്കുന്ന പലരുടെയും ആമേൻ തിരിവ് നടക്കുകയെന്ന്, പലരുടെയും തിരിവ് നടക്കുകയെന്ന്. ആമേൻ. പലരുടെയും പിരിവ് നടക്കുകയാ. ഇന്ന് പലരുടെയും പിരിവ് നടക്കുന്ന പകലാണ്.
ഞാനിത് പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഈ എറണാകുളം ജില്ലയിൽ ആലുവ കഴിഞ്ഞ് അങ്ങ് പോകുമ്പോൾ ആലുവയിൽ നിന്നും കാലടിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര്, ഒരു ഗ്രാമമാണ്, ശ്രീമൂല നഗരം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ശ്രീമൂല നഗരം ഒരു ഗ്രാമമാണ്. അവിടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ചെറിയൊരു സഭയുണ്ട്, ഒരു കൊച്ചു ദൈവസഭയുണ്ട്. അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ അവിടെയുണ്ട്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയി. നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ അടുത്ത് തന്നെയായിട്ട് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. ആദ്യമൊക്കെ ആരാധനയ്ക്ക് പോവുകയും പിന്നീട് താൻ ഈ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് താൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. എന്തോ അതിൽ നിന്നും പൊക്കിയെടുക്കുന്ന രീതിയിലൊരു ആത്മീയ കൂട്ടായ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ കുറവ് കൊണ്ടായിരിക്കാം അദ്ദേഹം വീണ്ടും പഴയ പോലെയായി. ആ മനുഷ്യൻ വീണ്ടും മദ്യപാനത്തിന് കീഴടങ്ങി. മദ്യപാനം മാത്രമല്ല, പൂർണ്ണമായും പിന്മാറ്റത്തിൽ പോയി. ദൈവമായിട്ടൊരു ബന്ധവുമില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല. പിന്മാറ്റത്തിൽ പോയി. മദ്യപാനവും ലോകത്തിൻ്റെ സകലവിധ മ്ലേച്ഛതയിലേക്കും അല്ലെങ്കിൽ മോശമായ രീതിയിലേക്കൊക്കെ പോയി ജീവിച്ചു. ഒടുവിൽ ക്യാൻസർ വന്ന് കുറേ നാൾ ആശുപത്രി കിടന്നു. പിന്നെ വീട്ടിൽ കിടന്നൊരു ദിവസം മരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. ഈ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ഒരു മതവുമായോ സംഘടനയുമായോ സഭയുമായോ ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. പണ്ടെങ്ങോ സ്നാനപ്പെട്ടു, കുറേ വർഷം മുമ്പ് സ്നാനപ്പെട്ടു. അത് വേറെ ഏതോ സഭയിലായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ബന്ധവുമില്ല. പിന്നെ അദ്ദേഹം ഈ ശ്രീമൂല നഗരം എന്ന സ്ഥലത്ത് പോയി ഒരു വീട് വെച്ച് അവിടെ താമസിക്കുക, അദ്ദേഹവും ഭാര്യയും കൂടി. അവിടെ വെച്ചാണ് മരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ദൈവസഭയുണ്ട്. അപ്പോൾ ഈ സഭയുടെ ദൈവദാസൻ പലപ്പോഴും ഈ മനുഷ്യനെ കാണുമ്പോൾ പറയും, ആരാധനയ്ക്ക് വരണം, പ്രാർത്ഥിക്കുമെന്ന്. പോകത്തില്ല. നിങ്ങളൊരു കാര്യം, നമ്മുടെ ദൈവത്തിൻ്റെ ഇന്ന് ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നോഹയെയും നോഹയുടെ കൂടെ പെട്ടകത്തിലുള്ള ഉറുമ്പിനെ വരെ ദൈവം ഓർത്ത ദൈവം. അതൊരു കാര്യം നിൽക്കട്ടെ. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഉറപ്പിക്കണം, എൻ്റെ എല്ലാ വേദനയ്ക്കും ഒരു ക്ലൈമാക്സ് ഉണ്ട്. ദൈവം എനിക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ആമേൻ. എൻ്റെ ദിവസം വരും. ഇത് വരുമ്പോൾ നമ്മൾ യഥാസ്ഥാനപ്പെടുവാൻ എത്ര നാൾ നമ്മൾ കഷ്ടപ്പെട്ടോ അത്രയും സമയം വേണ്ട കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇദ്ദേഹം മരിച്ച ശവസംസ്കാരം നടത്തുവാൻ ആരുമില്ല. കാരണം ഇദ്ദേഹത്തിന് ആരുമായിട്ടും ബന്ധമില്ല. മരിച്ച അന്ന് രാത്രി ആ സഭയിലെ ദൈവദാസനോട് ദൈവത്തിൻ്റെ ആത്മാവ് രാത്രിയിൽ ലൈവായിട്ട് ആ ദൈവദാസനോട് ഉറങ്ങിക്കിടന്ന അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് സംസാരിച്ചു. അവൻ എന്നെ കൈക്കൊണ്ടവനാ. അവൻ എന്നെ വിട്ടുമാറിയെങ്കിലും ഞാൻ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും എൻ്റെ മകൻ തന്നെയാ. അതുകൊണ്ട് അവൻ അനാഥനല്ല. അവൻ്റെ മരണാനന്തര ശുശ്രൂഷകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കണം. ഒരു മാന്യമായ യാത്രയയപ്പ് എൻ്റെ മകന് നീ കൊടുക്കണം. ആ ദൈവദാസൻ അവിടെ ഇരുന്ന് കരഞ്ഞു. വേറൊന്നുമല്ല, ദൈവത്തിൻ്റെ ശത്രുവായി ജീവിച്ചവനാണ്. പലപ്പോഴും പൊതുസമൂഹത്തിൽ മദ്യപാനികളുടെ കൂട്ടത്തിൽ, ലോക മനുഷ്യരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ, ചീട്ടുകളിക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ തള്ളിപ്പറയും.
വിശ്വാസത്തെ തള്ളിപ്പറയും, ദൈവത്തെ കളിയാക്കും. എന്നിട്ടും മരിച്ചപ്പോൾ കർത്താവ് ഒരു ബന്ധവുമില്ലാത്തൊരു ദൈവദാസനോട് പറഞ്ഞു, അവൻ്റെ എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം. അനാഥപ്രേതം പോലെ അവനെ അടക്കരുത്. ആമേൻ. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇന്ന് ഇവിടെ ദൈവമഹത്വം ഇറങ്ങി വന്നത് ചിലരുടെ ഹൃദയത്തിൽ അടിവരയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാ. ഞാൻ നിന്നെ ഓർക്കാൻ പോകുക. നീ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ നാമത്തിന് വേണ്ടി നിന്നത്, എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ ഓർക്കുകയാ. ഇന്ന് പകൽ ഓർക്കുകയാ. യേശുവിൻ്റെ നാമത്തിൽ. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അഹശ്വേരോശ് രാജധാനിയിൽ കാവൽ നിന്നിരുന്ന ഒരു യഹൂദൻ. ആ മനുഷ്യന്റെ പേരാണ് മൊർദെഖായി. സ്തോത്രം. മൊർദെഖായിയുടെ നിലവാരമനുസരിച്ച് മൊർദെഖായി സെക്യൂരിറ്റി, അതിനപ്പുറം ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. പക്ഷെ ഒരു ദിവസം രാജാവിൻ്റെ വിശ്വസ്തന്മാർ തന്നെ രാജാവിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയത് മൊർദെഖായി അറിഞ്ഞിട്ട് മൊർദെഖായി അത് തടഞ്ഞു. ആമേൻ. മൊർദെഖായി ഇത് ആരോടും പറഞ്ഞില്ല, പക്ഷെ കാണേണ്ടവൻ കണ്ടു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാ ഫിലിപ്പിയിലെ ലേഖനത്തിലെ വാക്യം ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം. കുറേ നാൾ തീഷ്ണതയോടെ ആരാധിച്ചും ദൈവസാന്നിധ്യം അനുഭവിച്ച് നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഭാരം വന്നെന്ന് പറഞ്ഞ് അങ്ങ് തോന്നിയ പോലെ പോകാൻ പറ്റത്തില്ല. ആമേൻ. എത്ര ഭാരം വന്നാലും ഒരുപക്ഷെ മരവിച്ചിരിക്കാം, പക്ഷെ അതിനപ്പുറം റൂട്ട് മാറിപ്പോകാൻ പറ്റത്തില്ല. അതിനു മുമ്പേ പൊക്കിയെടുക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ, ഒരു ദൈവ കൃപ ഇന്ന് പകൽ വെളിപ്പെടും. ആമേൻ. മൊർദെഖായി ചെയ്തത് രാജാവ് അറിഞ്ഞില്ല. മൊർദെഖായി ചെയ്തത് മൊർദെഖായി ആരോടും പറഞ്ഞില്ല. മൊർദെഖായി ചെയ്തത് ആരും അറിഞ്ഞില്ല. പക്ഷേ അത് കണ്ടവർ ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് എഴുതി വെച്ചു. ആമേൻ. രാജാവിനെ കൊണ്ട് മൊർദെഖായി ചെയ്തത് രാജാവ് അറിഞ്ഞില്ല. പക്ഷെ മൊർദെഖായി ചെയ്ത നല്ല കാര്യത്തിന് ഒരു പ്രമോഷൻ കൊടുക്കേണ്ട സമയമായപ്പോൾ ദൈവം തന്നെ നേരിട്ട് രാജാവിനെ കൊണ്ട് സംഗീതം പറയുന്നു, ചില രഥങ്ങളിലും മറ്റു ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ. അങ്ങനെയുള്ളവരെ കരമുയർത്തി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരെ കരമുയർത്തിയേ. ബന്ധങ്ങളിൽ, സ്വന്തങ്ങളിൽ, കൂട്ടുകെട്ടുകളിൽ, ഗ്രൂപ്പുകളിൽ, ഇന്നത്തെ ട്രെൻഡുകളിൽ ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് വീട്ടിൻ്റെ അകത്ത് ഒരു ബന്ധവുമില്ല, ഒരു ഫോൺ കോളുമില്ല, വിളിക്കാൻ ആരുമില്ല, കാണാൻ വരാൻ ആരുമില്ല, എങ്കിലും എനിക്ക് വേണ്ടി ഞാൻ ഇരിക്കുന്ന ഒറ്റയ്ക്ക് ഏകാന്തതയോടെ, ആരും ഒരുപാട് പേർക്ക് നന്മ ചെയ്തയാളാ, പക്ഷെ ഇന്ന് എന്നെ തേടി വരുവാൻ, ഒരു ഫോൺ ചെയ്യുവാൻ ആരുമില്ല, എങ്കിലും ഞാൻ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ഇരു കരങ്ങളും ഉയർത്തി അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്, അയ്യോ ഒറ്റക്കായൽ എങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത്? പ്രൈസ് ഗോഡ്. ഒറ്റക്കായൽ എങ്ങനെയാ? അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം എങ്ങനെയാ കാര്യം നടക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ മറുപടി പറയണം. പ്രാർത്ഥിച്ചുകൊണ്ട് വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ
ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലേ? പക്ഷേ വേറൊന്നും ചെയ്യാനില്ല. ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം. വേറൊന്നും ചെയ്യാൻ യാതൊരു വഴിയുമില്ല, എങ്ങും പോകാനില്ല, ആരും വരാനില്ല, ആരും അന്വേഷിക്കാനില്ല. പക്ഷേ ചെയ്യാനുള്ളതാകെ പ്രാർത്ഥിക്കുക. ഞാനത് ചെയ്യുന്നു, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും, ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നടക്കും എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? 3 പേർക്ക് ഉറപ്പുള്ളോ? ആമേൻ, ആമേൻ, ആമേൻ. അല്ലായിരുന്നെങ്കിൽ വിശന്നപ്പോൾ ഏലിയാവ് ആളെ അയച്ചാനെ. വിശന്നപ്പോൾ ഏലിയാവ് ആരെ അയച്ചാനെ? ശിഷ്യന്മാരെ അയച്ചാനെ. എവിടെയെങ്കിലും പോയി എനിക്കുള്ള ഫുഡ് കൊണ്ടുവന്ന് ചെയ്തോ? ആമേൻ. അതേ ദൈവം തന്നെയാണ് ഇന്നത്തെയും. ആമേൻ, ഹല്ലേലൂയ. കാലഘട്ടം മാറുമ്പോൾ ദൈവം മാറുന്നില്ല. ഇന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാനെന്ന് കാണിക്കാൻ എല്ലായിടത്തും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മൊർദെഖായി ചെയ്ത കാര്യം ആരും പറഞ്ഞില്ല, പക്ഷെ പുസ്തകത്തിൽ എഴുതി വെച്ചു. രാജാ കൊട്ടാരത്തിലെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഈ പുസ്തകത്തിൽ എഴുതി വെച്ചതും ആരും കാണുന്നില്ല, ആരും ആരോടും പറയുന്നില്ല. പക്ഷേ ചെയ്ത നല്ല കാര്യത്തിന് ഒരു പ്രൊമോഷൻ ഉണ്ട്. ആമേൻ. ആരോ ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ആമേൻ. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടെന്ന് തോന്നുന്നു, പക്ഷേ ഭയങ്കര സാന്നിധ്യത്തിൽ നിൽക്കുകയാണ്. ചെയ്ത ഒരു നല്ല കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് എത്ര നാൾ മുൻപാണെങ്കിലും, ആമേൻ, കർത്താവിന് വേണ്ടി നല്ല മനസാക്ഷിയോടെ യേശുവിന്റെ നാമത്തെ പ്രതി മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഇന്നല്ലെങ്കിൽ നാളുകൾ കഴിഞ്ഞ്, ആമേൻ, നീ ഏറ്റവും ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം അത് പൊക്കിയെടുക്കും. ആമേൻ. ജീസസ്. In the name of Jesus. വിളിച്ചു പറ, ശബ്ദമുയർത്തി വിളിച്ചു പറ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എന്റെ ദൈവമായ യഹോവയിൽ, യേശുവിൽ. ഒരു ദൂത് വിളിച്ചു പറയട്ടെ, മനസ്സിലായെങ്കിൽ മാത്രം ഒരു ആമേൻ പറഞ്ഞോളാം. ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, റിപ്പീറ്റ്, കർത്താവിന്റെ നാമത്തെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി, ദൈവത്തെ പ്രതി നീ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും നീ കർത്താവിന് വേണ്ടി എല്ലാം മറന്നു നിന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നിന്റെ പ്രമോഷൻ, നിന്റെ മറുപടി പൊങ്ങി വരും. യെസ്, ഭയങ്കര ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ ലൈഫിൽ ഷിഫ്റ്റ് നടക്കുന്ന പ്രമോഷൻ. അറിയാവോ, ഒരിക്കൽ യേശു ഒരു വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി നിറയെ സ്വച്ഛ ജഡമാംസി തൈലമായി വന്ന്, അതൊരു ഭയങ്കര ഒരു എന്താ പറഞ്ഞ, അത് വായിച്ചു വിടുമ്പോൾ അത് ഒത്തിരി മെസ്സേജ് കേട്ടിട്ടുണ്ട്, ഒത്തിരി ദൂത് കേട്ടിട്ടുണ്ട്. വചനത്തിൽ വായിക്കുമ്പോൾ വളരെ സിമ്പിളാ. പക്ഷെ ആ സ്ത്രീ വന്ന് ചെയ്തത് എങ്ങനെയാണെന്ന് കൂടി അറിയണം. ആമേൻ. യേശു കർത്താവ്, ശിഷ്യന്മാരുണ്ട്, ഇടവും വലവും, മുന്നിൽ ആ വീട്ടിലെ ആളുകളുണ്ട്. ഇവരുമായി സംസാരിച്ചിരിക്കുമ്പോൾ സ്ത്രീ മുന്നിലൂടെ വന്നിട്ടല്ല ചെയ്തേ. എതിലൂടെ വന്നേ? പിന്നിലൂടെ വന്നിട്ട് ആണ് ഇത് ചെയ്തത്.
അപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു, ഇവൾ ചെയ്ത ഈ നല്ല കാര്യത്തിന് ഞാൻ ആ വേർഡോട് കൂട്ടിച്ചേർത്ത് പറയുന്നു, ഇവൾ ചെയ്ത ഈ നല്ല കാര്യത്തിന്, ആമേൻ, ഇവളുടെ പേര് ഹല്ലേലൂയ. അതിന്റെ ബാക്കിയാ പരിശുദ്ധാത്മാവ് പൗലോസോട് എഴുതി വെച്ചത്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിന് നാളോളം തികയ്ക്കണം എന്നാണോ പറഞ്ഞേ? അപ്പൊ അതെന്താണ് അതിന്റെ അർത്ഥം? സിന്ധുവാനി, ഞാൻ പറഞ്ഞത് ഇപ്പം ബെൻസ, തികയ്ക്കണം എന്ന് പറയുമ്പോൾ അതൊരു കൽപ്പനയാ അല്ലേ, അല്ലെങ്കിൽ ആവശ്യമാണ്, ചെയ്യണമെന്ന്, ചെയ്തേ പറ്റുമെന്ന്. ഇതങ്ങനെയല്ല. നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തികയ്ക്കും. ഓ, മനസ്സിലായില്ലേ? ദൂത് മനസ്സിലായെങ്കിൽ ആമേൻ. നല്ല പ്രവൃത്തി ഒരു ദിവസം ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യൻ സ്നാനപ്പെട്ട് എനിക്ക് തോന്നുന്നത് 2 ആരാധനയ്ക്ക് പോയിട്ടുള്ളൂ. അതിനുശേഷം 15 വർഷം പിന്മാറ്റത്തിൽ നടന്നു, 15-16 വർഷം പിന്മാറ്റത്തിൽ നടന്നു, ദൈവനാമം ദുഷിപ്പിച്ചു. എന്നിട്ടും ആ സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട ആ നല്ല പ്രവൃത്തി തന്റെ മരണസമയത്ത് ദൈവം നന്മയായി മാറ്റിയെങ്കിൽ, ഓ ജീസസ്, നല്ല പ്രവൃത്തി ആരംഭിച്ചവർ ക്രിസ്തുവേശുവിന്റെ നാളോളം തികയ്ക്കും. തികയ്ക്കും എന്ന് പറഞ്ഞാൽ കൃപയാൽ. എത്ര തളർന്നിരുന്നാലും, എത്ര ക്ഷീണിച്ചിരുന്നാലും, എത്ര മടുത്താലും നിനക്ക് ഈ നല്ല പ്രവൃത്തിയിൽ നിന്നും പുറകോട്ട് പോകാൻ പറ്റത്തില്ല. നീ പോകത്തില്ലെന്നല്ല പറഞ്ഞ്, നിന്നെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. കൃപ നിന്റെ മേലുള്ളത് കൊണ്ടാ, ദൈവം നിന്നെ പൊതിഞ്ഞിരിക്കുന്ന കൊണ്ടാ. ഹല്ലേലൂയ. ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയുമായിരുന്നു, കർത്താവേ, ഈ പോർക്കളത്തിൽ, ഈ ഓട്ടക്കളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും സ്കൂളിലേക്ക് ഓട്ട മത്സരത്തിൽ കുട്ടികൾ താഴെ വീഴുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളിലും ചിലപ്പോൾ താഴെ വീഴും, മുറിവേൽക്കും. അപ്പോൾ ചിലരുടെ പ്രോത്സാഹനമാണ് അവരെഴുന്നേറ്റ് വീണ്ടും ഓടാൻ പ്രേരിപ്പിക്കുന്നത്. വീണ കുട്ടിയെ കളിയാക്കുകയാണെങ്കിൽ, നിരുത്സാഹപ്പെടുത്തിയാൽ ആ വ്യക്തി പിന്നെ ഓടൂ, മത്സരിക്കോ? പിന്നെ ഇതുപോലെ ചില പ്രോത്സാഹനങ്ങളാണ് ചിലരെ വീണ്ടും മുന്നോട്ട് ഓടിക്കുന്നത്. അപ്പോൾ കർത്താവേ, ഈ ഓട്ടക്കളത്തിൽ ക്ഷീണിച്ചു പോകുമ്പോൾ, ഇടറി വീഴുമ്പോൾ, നന്നായിട്ടൊന്ന് കൈവർത്തിയേ. ഈ ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ ഈ പോർക്കളത്തിൽ ഇടയ്ക്ക് മുറിവേൽക്കുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ, താഴെ വീഴുമ്പോൾ മടുത്തു പോകാതെ മുന്നോട്ടോടുവാൻ ഒരു പ്രോത്സാഹന സമ്മാനം ആവശ്യമാണ് അല്ലേ? ആ പ്രോത്സാഹന സമ്മാനത്തിന്റെ പേരാണ്, ആമേൻ, അവൻ നിന്നെ ഓർക്കുന്ന ദൈവമാണ്. യെസ്. നീ ചെയ്ത നല്ല പ്രവൃത്തി ഒരു ദിവസമെങ്കിലും, ഒരു ദിവസം ചെയ്തതിൻ്റെ അതിനുള്ള മറുപടി എപ്പോഴാണ് വെളിപ്പെടുന്നതെന്ന് അറിയാവോ? ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ ശ്രദ്ധിക്കണം. ഒരു ദിവസമെങ്കിലും, ഒരു ദിവസം കർത്താവിന് വേണ്ടി ചെയ്ത ഒരു കാര്യം, കർത്താവിന് വേണ്ടി നിന്ന ഒരു ദിവസം, അതിൻ്റെ മറുപടി സ്വർഗം തരുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? ഈ യാത്രയിൽ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴാണ്, നീ പോലും പ്രതീക്ഷിക്കാതെ പണ്ടെപ്പോഴോ നീ ചെയ്ത ആ നല്ല പ്രവൃത്തിയുടെ മറുപടി നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരുന്നത്.
ദൈവാത്മാ പറഞ്ഞ ദൂത് സഭയുടെ മേൽ കിടക്കും. മെയ് മാസം മുതൽ തിരിവ് നടക്കുമെന്ന്. ആമേൻ. ഇന്ന് അതേ സാന്നിധ്യം നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുന്നു. ഹല്ലേലൂയ. പ്രവചിച്ച് പറയുന്നു. ആത്മാവിൽ പ്രവചിച്ച ഏറ്റെടുക്കാൻ പറ്റുന്നവർക്ക് ഏറ്റെടുത്തു. യോസേഫ് കണ്ട സ്വപ്നത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ തൻ്റെ കറ്റ, തൻ്റെ അപ്പൻ്റെ കറ്റ, തൻ്റെ സഹോദരങ്ങളുടെ കറ്റ, എല്ലാ കറ്റകളും നിൽക്കുമ്പോൾ ഒരു കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. മറ്റു കറ്റകൾ എഴുന്നേറ്റ് നിൽക്കുന്ന കറ്റയെ നമസ്കരിക്കുന്നു. ഈ ഭാഗമാ ദൈവാത്മാവ് ഇടപെട്ട എന്നോട്. കറ്റകൾ എഴുന്നേറ്റ് വരാൻ പോകും. യെസ്, ചില കറ്റകൾ നോക്കി നിൽക്കേ, നിന്റെ കറ്റ എഴുന്നേറ്റ് വരികയാ. ഒരു കറ്റയാണെങ്കിൽ അനേകായിരം കതിരുകൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടണം. ആമേൻ, ആമേൻ, ആമേൻ. ഒരു സീസണാണത്. ആദ്യം കതിരിൽ നിന്ന് വീഴുന്ന മണികൾ പെറുക്കാനൊരു സീസൺ. ആ സീസൺ കഴിഞ്ഞു എന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് സ്തുതിച്ചേ ദൈവത്തെ. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായില്ലേ എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശക്തമായ ദൂത് ദൈവാട് കൊണ്ടുപോവാ. 3 സീസണിലൂടെയാണ് രൂത്ത് കടന്നു പോയത്. ആമേൻ. ആദ്യം പെറുക്കിയെടുക്കുന്ന ഒരു സീസൺ. പെറുക്കുന്നവരുണ്ടോ അതിനകത്ത്? ഇപ്പോഴും പെറുക്കുന്നവരുണ്ടോ? ഇപ്പോഴും പെറുക്കിയെടുത്തുകൊണ്ട് നടക്കുവാണോ ആരെങ്കിലും? ഇപ്പോഴും പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പെറുക്കണമെന്ന് പറയുന്നവരുണ്ടോ? പെറുക്കേണ്ട ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞ നാളുകൾ വരെ. അത് കഴിഞ്ഞു. ആമേൻ. പെറുക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം. എന്താ പെറുക്കുന്നത്? പെറുക്കാന്ന് പറഞ്ഞത് യേശുവിനെ അറിയുന്നതിന് മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ മുടക്കമില്ലാതെ ഒന്ന് കിട്ടിയാൽ മതി തമ്പുരാനെ എന്ന് പറയുന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതിൻ്റെ പേരെ പെറുക്കുക. ഒരാമേൻ പറ. മനസ്സിലായില്ല? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം സഭയിൽ വന്നു, അഭിഷേകം പ്രാപിച്ചു. ഇപ്പോഴും പ്രാർത്ഥന എന്താ? കർത്താവേ, ഉള്ളത് എന്ത് ചെയ്യരുത്, മുടങ്ങരുത്. അതിലാരും മിണ്ടുന്നില്ലല്ലോ. പെറുക്കുന്നതിന്റെ പേരാ പറയുന്നത്. പെറുക്കുന്നതിന്റെ പേര്. ആമേൻ. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ എന്താണോ ആ തൊഴില്, ആ സാലറി, ആ വരുമാനം, അതെന്ത് ചെയ്യരുത്, കുറയാതെ കാത്തോണമേ ദൈവമേ. ഈ പ്രാർത്ഥനയുടെ പേരാണ് പെറുക്കുക. ഇന്നും പെറുക്കുന്നവരുണ്ടായോ? ഹല്ലേലൂയ, സ്തോത്രം. അതിൽ നിന്ന് 1 ഇഞ്ച് വളരണം എന്നാഗ്രഹിക്കുന്ന പേരാണ് വലിച്ചെടുക്കുക. സ്തോത്രം. ആമേൻ. ഒറ്റടിക്കൊന്നും രൂത്തിന് പ്രമോഷൻ കൊടുത്തില്ല. 4 ടൈമിലൂടെ, ലൈഫിലൂടെ, സീസണിലൂടെ രൂത്ത് കടന്നുപോയി. 4ാമത്തേതാണ് താൻ അവകാശിയായത്. ആമേൻ. പെറുക്കുന്നവരുണ്ടെങ്കിൽ ഇതിനാ ഒരിക്കലും ഇവിടെ പ്രാർത്ഥനയുടെ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഉള്ളത് മുടങ്ങരുത് കർത്താവ് എന്ന് പറഞ്ഞാൽ ഒട്ടും മുടങ്ങത്തില്ല, പക്ഷെ 1 ഇഞ്ച് പോലും കയറത്തില്ല. ആമേൻ. സ്തോത്രം. പെറുക്കുന്ന ഈ ചിലർ ആ യൂത്തിന്റെ രൂത്തിന് കളത്തിൽ നിന്നും പെറുക്കിയെടുക്കാൻ ഭാഗ്യം കിട്ടി. ഓ കർത്താവെ, എനിക്കും ചിലത് പെറുക്കാൻ ഭാഗ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൂത കേട്ടെടുക്കുന്നവരുണ്ട്. സ്തോത്രം. തുടക്കം അങ്ങനെയാ.
പെറുക്കിക്കൊണ്ട് ആരംഭിക്കുന്നത്. പക്ഷെ എന്നും പെറുക്കിക്കൊണ്ടിരിക്കരുത്, പിന്നെ വലിച്ചെടുക്കാൻ പറ്റണം. ആമേൻ, സ്തോത്രം. രണ്ടാമത്തേതാണ് വലിച്ചെടുക്കുന്നത്. വലിച്ചെടുക്കുന്നത് കറ്റയാണോ, മണിയാണോ, കതിരാണോ? ആമേൻ. പെറുക്കുന്നത് എന്താണ്? പെറുക്കുന്ന ഒരുപാട്, ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിച്ചേക്കണം. എൻ്റെ ഉള്ളിൽ ഭയങ്കരമായി ഒരു തലത്തിൽ കറങ്ങി കർത്താവ് ഇടപെടുക. ഒരുപാട് ഈ ഗോതമ്പ് ഈ നെൽമണികൾ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതിനാണോ പെറുക്കാന്ന് പറയുന്നത്? ആണോ? പെറുക്കുന്ന എങ്ങനെയാ? എത്ര എണ്ണം വെച്ചാ? ഓരോ മണി വെച്ച് എത്ര പെറുക്കിയാലാ വല്ലതും ആകുന്നേ? ആമേൻ. പിന്നീട് അടുത്തത് വലിച്ചെടുക്കുക. ഒരു കതിര്, അതിൻ്റെ അകത്ത് ഒരു മണിയാണോ? കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് കതിരുകൾ ചേർന്ന് ഒരു കറ്റയായി മാറും. Praise the Lord. യോസേഫ് കണ്ടത് മണികൾ നമസ്കരിക്കുന്നതല്ല കണ്ടത്, മണിയെ നമസ്കരിക്കുന്നതല്ല കണ്ടത്, കതിര് നമസ്കരിക്കുന്നതല്ല കണ്ടത്, കറ്റയെ നമസ്കരിക്കുന്ന. അയ്യോ, ശക്തമായൊരു വെളിപ്പാട് ദൂത് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കാൻ ആളില്ലേ? യേശുവിൻ നാമത്തിൽ ഞാൻ സ്വീകരിക്കുക. ശ്രദ്ധിച്ചോണേ. കർത്താവേ, ഡയറക്റ്റ് നീ യോസഫിന് ഒറ്റയടിക്ക് പ്രൊമോഷൻ കൊടുക്കും, നേരെ പ്രൊമോഷൻ കൊടുക്കുവാണോ? കർത്താവേ, അല്ലടാ. യോസേഫ് ഈ ഒരു സ്വപ്നം പറയുന്നതിന്റെ പേരിൽ യോസഫ് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് തമ്പുരാൻ അറിയാമേ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ സഹോദരന്മാർ യോസേഫിനോട് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ യോസേഫ് പെറുക്കുന്നവടം തൊട്ട് ആരംഭിച്ചേനെ, എന്നിട്ടേ കറ്റയിലേക്ക് എത്തത്തുള്ളായിരുന്നു. പക്ഷേ സ്വർഗത്തെ പ്രതി കറ്റ കതിര് അല്ല, മണി കതിര്, ഈ രണ്ട് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതിന് പകരം സ്വർഗത്തിന്റെ ദർശനത്തെ പ്രതി അവൻ പൊട്ടക്കുഴി, കാരാഗ്രഹം, അല്ലെങ്കിൽ പൊട്ടക്കുഴി, പോത്തിഫറിന്റെ വീട്ടു തടങ്കൽ, ഇത് രണ്ടും അനുഭവിച്ചത് കൊണ്ട് ആമേൻ, മണിയും എടുത്തു മാറ്റി, കതിരും എടുത്തു മാറ്റി, ഡയറക്റ്റ് കറ്റയിലോട്ട് അവനെ പ്രൊമോട്ട് ചെയ്തു. ജീസസ്, ഹല്ലേലൂയ. അതുകൊണ്ടാ ഇവിടെ പറയുന്നേ, ഇന്ന് ദൈവാത്മ ദൂത് പറഞ്ഞേ, ആമേൻ, നിന്റെ കറ്റകൾ എഴുന്നേറ്റ് വരാൻ പോകുക. മണിയല്ല, കതിരുമല്ല, കറ്റകൾ എഴുന്നേറ്റ് വരാൻ പോകുക. ചിലരുടെ കറ്റകൾ എഴുന്നേറ്റ് വരാൻ പോകുക. ചിലരുടെ കറ്റകൾ Praise God. Hallelujah. കറ്റകൾ നമസ്കരിക്കുന്ന കണ്ടത്. ആമേൻ. ചെയ്ത നല്ല കാര്യത്തിന് ഒരു പ്രൊമോഷൻ വെച്ചിട്ടുണ്ട്. ആമേൻ. അത് ഏറ്റവും ഒരുപക്ഷെ കർത്താവേ, ഈ പ്രയാസം അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി നിന്നതാ, ഞാൻ നിനക്ക് വേണ്ടി ഓടിയതാ. കർത്താവേ, നീ എന്നെ ഓർക്കണം, നീ എന്നെ അറിയണം, എനിക്ക് വേണ്ടി വഴി തുറക്കണം, എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു മറുപടി ഉണ്ടായെന്ന് വരത്തില്ല. ആമേൻ. പക്ഷേ ഏറ്റവും പീക്ക് ടൈമിൽ തമ്പുരാൻ ഓർക്കും. ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, നോഹയുടെ പെട്ടകം അടുത്ത മൂമെന്റിൽ ഒരുപക്ഷെ വല്ല പർവ്വതത്തിലും ഇടിച്ച് തകരേണ്ട സാധ്യത ഉണ്ടായിട്ടുണ്ടാകാം. ആമേൻ. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ചുഴിയിൽ പെട്ടുപോകേണ്ട ഒരു സാധ്യത ഉണ്ടായിരുന്നിരിക്കാം. ആമേൻ.
ഏറ്റവും പീക്ക് ടൈമിൽ നീ ചെയ്ത നല്ല പ്രവർത്തിക്ക് ദൈവം നിന്നെ ഓർക്കും. ഓർക്കുമ്പോൾ നിന്റെ കട്ടകൾ എഴുന്നേറ്റ് വരും. ആമേൻ. അന്ന് നിന്നെ തള്ളിയിട്ട സകലതും നമസ്കരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രവചനത്തെ സഭയുടെ മേൽ റിലീസ് ചെയ്യുന്നു. മൊർദെഖായി ചെയ്തത് ആരും അറിഞ്ഞില്ല. പക്ഷെ മൊർദെഖായിക്ക് പ്രൊമോഷൻ ഇപ്പോൾ അത് ആവശ്യമാണ് എന്ന് തമ്പുരാന് മനസ്സിലായി, സ്വർഗത്തിന് മനസ്സിലായപ്പോൾ ആരും പറഞ്ഞയച്ചില്ല. മൊർദെഖായി പറഞ്ഞയച്ചില്ല. രാജാവിനോട് പറയണം, ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് രാജാവിനോട് പറയാൻ ശുപാർശ പറഞ്ഞില്ല, റെക്കമെൻഡ് ചെയ്തില്ല. മൊർദെഖായി താൻ വിശ്വസിച്ച ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഹല്ലേലൂയ. ഇനി പറ, ചില രഥങ്ങളിലോ ചില കുതിരകളിലോ. ആമേൻ. എന്താ രഥത്തിൽ എന്താ അങ്ങനെ ഒരു വാക്ക് എഴുതി വെച്ചിരിക്കുന്നത്? രഥവും കുതിരയും. വേറെ അതിനേക്കാൾ വലിയ എന്തെങ്കിലും സാധനങ്ങളുണ്ട്. ആനയുണ്ട്, സിംഹമുണ്ട്, ഇല്ലേ, തിമിംഗലമുണ്ട്, വലിയ സംഭവമുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ രഥവും കുതിരയും രാജത്വത്തെ കാണിക്കുന്ന, ആമേൻ, ആമേൻ, അധികാരത്തെ കാണിക്കുന്നതാ. കുതിര വേഗതയെ കാണിക്കുന്നു, രഥം അധികാരത്തെ കാണിക്കുന്നു. ചിലർ മാനുഷികമായ അധികാരങ്ങളിൽ ആശ്രയിക്കുന്നു. ഞാനോ അധികാരങ്ങളുടെ മേലുള്ള അധികാരമായ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആമേൻ. രണ്ടാമത്തെ അർത്ഥം, കുതിരപ്പുറത്തിരുന്നാൽ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. രഥത്തിന്റെ പുറത്ത് കയറിയാൽ പെട്ടെന്നൊന്നും മുറിവേൽക്കത്തില്ല. ഈ രണ്ടർത്ഥമുണ്ട്. ആമേൻ. അതുകൊണ്ട് ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച്, ഈ സംഗീതം എഴുതി വെച്ച ദാവീദിന്റെ കാര്യം നോക്കണം. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞു, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള ആരാണ്. ആരെ കുറിച്ചാ പറഞ്ഞ്? ദാവീദ് ആരാണ്? ദൈവത്തിന്റെ ഹൃദയപ്രകാര മനുഷ്യൻ. അതേസമയം ദാവീദ് ആരാണ്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതേസമയം ദാവീദ് ആരാണ്? കൊലപാതകൻ, പാപത്തിൽ വീണവൻ. ആമേൻ. ഒരേ സമയം ദൈവം ഏറ്റവും വെറുക്കുന്ന അല്ലെങ്കിൽ 3 പാപങ്ങളിൽ ലിസ്റ്റ് പറയുന്നില്ല ഞാൻ. കർത്താവ് എല്ലാം ക്ഷമിക്കും, യേശുവിൻ്റെ രക്തം എല്ലാത്തിനും പരിഹാരമാണ്. പക്ഷെ ചങ്ക് പൊട്ടി കരയണം. ആമേൻ. ഒരേ സമയം തൻ്റെ ജഡിക മോഹത്തിന് വേണ്ടി പാപം ചെയ്തു, ആ പാപത്തെ മറക്കാൻ വേണ്ടി കൊലപാതകം ചെയ്തു. അവനെ കുറിച്ച് ദൈവം പറയുക, അവനെൻ്റെ അപ്പൻ്റെ ദൈവം അനീതിയുള്ളവനാണോ? ആണോ? ഈ ദൈവത്തെ നേരത്തെ അറിയത്തില്ലേ? ദാവീദ് വീണു പോകുമെന്ന് അറിയത്തില്ലേ? അറിയത്തില്ല സാർ. ഇവൻ കൊലപാതകം ചെയ്യുമെന്ന് അറിയത്തില്ലേ? അറിയത്തില്ലയോ? അറിയാം. അറിഞ്ഞിട്ടും അവനെ രാജാവാക്കി, അവനെ അനുഗ്രഹിച്ചു, അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്താ കാര്യം എന്നറിയാവോ? അവനൊരു നല്ല കാര്യം ചെയ്തു. കാട്ടിൽ ഇതൊന്നും ഇതൊക്കെ വന്നത് രാജാവായ ശേഷമാണ്. പക്ഷെ രാജാവ് പോയിട്ട് വീട്ടിൽ പോലും കൊള്ളാത്ത മറയിൽ നടന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് അവന്റെ തൊഴില് യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് പാടി ആരാധിക്കുന്നതായിരുന്നു. ആമേൻ. നല്ല കാര്യം പറഞ്ഞ, നല്ല കാര്യം. ഈ നല്ല കാര്യം ചെയ്ത നല്ല കാര്യത്തിന്റെ മറുപടി
നാം പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കറ്റയായി എഴുന്നേറ്റ് വരുന്നത്. ഇത് ഏറ്റവും പീക്ക് ടൈമിലാണ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ആമേൻ. ദാവീദ് വീണു, ദാവീദ് കൊലപാതകം ചെയ്തു. പക്ഷെ ദാവീദ് എന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചത്, അവൻ ഏറ്റവും അധികം സ്നേഹിച്ചത് ഒറ്റയാളെയാ. ആളുടെ പേര് പറഞ്ഞേ, ആരും പറയാനില്ലേ? എന്താ മീക്കളോ എന്താ പറഞ്ഞ്? ദാവീദിന്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്ഥാനമുണ്ടായിരുന്നതും ദാവീദ് ഏറ്റവും അധികം സ്നേഹിച്ചതും ഒറ്റയാളെയാണ്. ആളുടെ പേര് പറ. ആർക്കും എന്തോ ഒരു 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 സംശയം അങ്ങ് പറയാനായിട്ട് ചെറിയ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം. ദാവീദിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നതും ദാവീദ് ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു. ആളുടെ പേര് പറ. ആമേൻ. അത് തന്നെ അവന്റെ നല്ല കാര്യം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. മോശെ, ദൈവം മോശയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആമേൻ. ദൈവം മുഖാമുഖം അറിഞ്ഞ മോശയെ പോലെ വേറൊരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഈ മോശെ എന്താ ചെയ്തേ? ഒരു മിസ്രയീമിനെ ഒറ്റയടിക്ക് കൊന്നു. സ്തോത്രം. ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിന്റെ കൽപ്പലകകൾ എന്ത് ചെയ്തു? കല്ലിൽ കൊത്തിയ, കൈകൊണ്ട് എഴുതി കൊടുത്ത ന്യായപ്രമാണം ദേഷ്യം വന്നിട്ട് എറിഞ്ഞു പൊട്ടിച്ചു. രണ്ട് പാപം. ഒന്ന്, ദൈവകൽപ്പന സ്വന്തം ദേഷ്യം കൊണ്ട് ഉടച്ചു കളഞ്ഞു. രണ്ട്, കൊല ചെയ്തു. പക്ഷെ ദൈവം എന്താ പറഞ്ഞ്? ഇതുപോലെ ഫേസ് ടു ഫേസ് ഒരു മനുഷ്യൻ തമ്മിൽ കാണുന്ന പോലെ ദൈവം കണ്ട ഒറ്റ മനുഷ്യനാണ് ആര്? മോശെ. എന്താ കാര്യം എന്നറിയോ? ഈ മോശയെ ദൈവം നിയോഗിച്ച ശേഷം അവന്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ആമേൻ. യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ, യഹോവ ഭക്തൻ. യോബ് സാത്താൻ വന്ന് ചോദിച്ചു, ദൈവം അനുവദിച്ചു, പ്രാണനെ മാത്രം തുടരുത്, ബാക്കി എന്ത് വേണം ചെയ്തോ. തൻ്റെ വ്രണങ്ങളിൽ ഒരു കഷണം ഓടുമായി ചുരണ്ടി ഇരുന്ന സമയത്ത് യോബ് ആദ്യം തന്നെ 1-ാം അധ്യായം വായിക്കണം. നമ്മൾ വായിക്കത്തില്ല. ആദ്യം യോബ് എൻ്റെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നല്ല ആദ്യം പറഞ്ഞ്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടത്, എന്നെ ചുമന്ന വയറ് ശപിക്കപ്പെട്ടത്, തന്നെയും തന്നെ പ്രസവിച്ച അമ്മയെയും താൻ ജനിച്ച നാളിനെയും സ്വന്തം നാവ് കൊണ്ട് ശപിച്ചയാൾ ആര്? എന്നിട്ട് യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞു, നേരുള്ളവൻ. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. കൃപയാൽ 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 എന്നെ ഉയർത്തിയിടുവാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാ, എന്നെ മാനിക്കുവാ, എന്നിലെന്തോ നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ആമേൻ. അപ്പൊ യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. പക്ഷെ യോബ് ആദ്യം ചെയ്തെന്താ? തന്നെയും താൻ ജനിച്ച വയറിനെയും താൻ ജനിച്ച ദിവസത്തെയും ശപിച്ചുകൊണ്ടാണ് തൻ്റെ ആരംഭം.
സ്തോത്രം. പക്ഷേ ഒരു നല്ല കാര്യം തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നറിയോ? ഇടതടവില്ലാതെ, തെറ്റാതെ, മാറ്റമില്ലാതെ അവൻ ദൈവത്തെ സേവിച്ചു വന്നു, ദൈവത്തെ സ്നേഹിച്ചു വന്നു. ദൈവത്തിനായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം. ഇവരെല്ലാം തെറ്റിൽ വീണവരാണ്. ആമേൻ. എന്നെ കേൾക്കുന്നുണ്ടോ? ഇവരെല്ലാം തെറ്റിൽ വീണവരാണ്. ഇവരെല്ലാം പാപത്തിൽ വീണവരാണ്. ഇവരെല്ലാം ശാപവാക്കുകൾ പറഞ്ഞവരാണ്. പക്ഷേ ഇവരെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. കാരണം എന്താണെന്നറിയാവോ? ഇവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരുന്നു. അതുകൊണ്ടാ യോഹന്നാന്റെ ലേഖനത്തിൽ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവർ ചെയ്ത നല്ല കാര്യത്തിന്റെ പ്രവൃത്തി, റിസൾട്ട് എഴുന്നേറ്റ് വന്നത് എപ്പോഴാണെന്നറിയാവോ? അവരുടെ ഏറ്റവും മോശ സമയത്ത്. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേർക്ക് നല്ല കൈ ഉയർത്തി പറയാൻ പറ്റും, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ട്? എത്ര പേർക്ക് സഭയിൽ നിന്ന് പറയാൻ പറ്റും, ഞാൻ എൻ്റെ ദൈവരാജ്യത്തിന് നിന്നിട്ടുണ്ട്? നല്ല മനസ്സോടെ, നല്ല മനസാക്ഷിയോടെ, നല്ല ഉറപ്പോടെ, നല്ല ഇന്റൻഷനോടെ. അതായത് അവൻ വേറെ ആരെ ബോധിപ്പിക്കാനല്ല, അവൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, എന്റെ ദൈവത്തെക്കാൾ വലിയതായിട്ട് എനിക്കൊന്നുമില്ല എന്ന മനോഭാവത്തോടെ എന്റെ യേശുവിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, നിന്നിട്ടുണ്ട് എന്നുറപ്പുള്ളവർ മാത്രം ചാടി എഴുന്നേറ്റാട്ടെ ദൈവസന്നിധിയിൽ. ഓ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ. നിന്നിട്ടുണ്ട്, ഞാൻ നിന്നിട്ടുണ്ട്, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല മനസ്സാക്ഷിയോടെ, നല്ല ഉറപ്പോടെ, ചങ്കുറ്റത്തോടെ പറയാൻ പറ്റുന്നവർ കരം ഉയർത്തിയാട്ടെ. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പോക്ക് ഇതെങ്ങോട്ടായി തീരും എന്നറിയില്ല എന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിന്റെ പ്രതിഫലം കട്ടയുടെ രൂപത്തിൽ എഴുന്നേറ്റ് വരാൻ പോകുക. നിങ്ങളുടെ ഏറ്റവും പീക്ക് ടൈമിൽ, ഏറ്റവും മോശം സമയത്ത് നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തെ ദൈവം ഓർക്കുകയാ. യേശയ്യാ പ്രവാചന പുസ്തകത്തിൽ വചനമുണ്ട്, അവൻ നിങ്ങളെ ഓർത്ത് ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. പറ, എന്റെ ദൈവം എന്നെ ഓർത്തോർത്ത്, 2 പ്രാവശ്യം പറയുന്നുണ്ട് വചനത്തിൽ, ഓർത്തോർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. ഈ ദൈവം നീ ചെയ്ത നല്ല കാര്യങ്ങളെ സമയമാകുമ്പോൾ ഓർത്ത് ഓർത്ത് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഓർത്ത് ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ. ദൂതായി ഞാൻ വിളിച്ചു പറയുന്നു, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു നല്ല കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൂതായി ഇവിടെ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവം നിന്നെ ഓർത്ത് ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. Come on, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. Jesus, hallelujah. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു കരങ്ങളെല്ലാം ചേർത്തടിച്ച് ഒരുമിച്ച് കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. ഓ കൃപയാൽ 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 കൃപയാൽ
നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 എന്നെ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഓ ആയിരം ആയിരം നാവുകളാ
ശന്തരമ